അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം അതിൻ്റെ മാഹാത്മ്യം സ്കന്ദപുരാണത്തിൽ പറഞ്ഞിരിക്കുന്നു. ആ സ്കന്ദപുരാണത്തിലെ 5-ാമത്തെ അധ്യായത്തിൽ 46-ാമത്തെ ശ്ലോകം മുതൽ 60-ാമത്തെ ശ്ലോകം കൂടിയുള്ള 15 ശ്ലോകങ്ങളാണ് നമ്മളിപ്പോൾ പാരായണം ചെയ്ത് സമർപ്പിക്കുന്നത്. ഓം ഹ്രീം ദും ദുർഗായൈ നമഃ. ആമിഷം ചമസുരാന്നമുദക്യാ ദൃഷ്ടമേവ ച രസോനം മൂലകം ഹിംഗും പലാണ്ടും ഗുഞ്ജനം തഥാ കൂഷ്മാണ്ഡനളികാശാകം ന ഭുഞ്ജീത കഥാവ്രതി കാമം ക്രോധം മദം ലോഭം ദംഭം മാനം ച വർജയേൽ വിപ്രധൃക്പതിതവ്രാത്യാശ്വപാകയവനാന്ത്യജൈ ഉദക്യയാ വേദബാഹ്യേ നവദേദ്യ കഥാവ്രതി വേദഗോ ഗുരുവിപ്രാണാം സ്ത്രീരാജ്ഞാം മഹതാം തഥാ ദേവാനാം ദേവഭക്താനാം ന നിന്ദാം ശൃണുയാദപി വിനയം ചാർജവം ശൗചം ദയാം ച മിതഭാഷണം ഉദാരം മാനസം ചൈവ കുര്യാദ്യസ്തു കഥാവ്രതി ശ്വിത്രീ കുഷ്ഠീ ക്ഷയീ രുഗ്ണോ ഭാഗ്യഹീനശ്ച പാപകൃൽ ദരിദ്രശ്ചാനപത്യശ്ച ഭക്ത്യേ മാം ശൃണുയാൽ കഥാം വന്ധ്യാ വാ കാകവന്ധ്യാ വാ ദുർഭഗാ വാ മൃതാത്ഭകാ പതദ്ഗർഭാംഗനായാ ച താഭി ശ്രാവ്യാ തഥാ കഥാ
ധർമാർത്ഥകാമമോക്ഷാംശ്ച യോ വാഞ്ഛതി വിനാശ്രമം ഭഗവത്യാ ഭാഗവതം ശ്രോതവ്യം തേന യത്നതാ. കഥാദിനാനി ചൈതാനി നവയജ്ഞൈഃ സമാനി ഹി തേഷു ദത്തം ഹുതം ജപ്തമനന്തഫലദം ഭവേൽ. ഏവം വ്രതം നവാഹം തു കൃത്വോദ്വാപനമാചരേൽ. മഹാഷ്ടമീ വ്രതം യദ്വത് തഥാ കാര്യം ഫലേപ്സുഭി. നിഷ്കാമാ ശ്രവണേനൈവ പൂതാ മുക്തിം വ്രജന്തി ഹി ഭോഗമോക്ഷപ്രദാ നൃണാം യതോ ഭഗവതീ പരാ. പുസ്തകസ്യ ച വക്തുശ്ച പൂജാകാര്യാ തു നിത്യശാ. വക്ത്രാ ദത്തം പ്രസാദം തു ഗൃഹീയാത് ഭക്തിപൂർവകം. കുമാരീ പൂജയേൻ നിത്യം ഭോജയേൽ പ്രാർത്ഥയേച്ഛയ. സുവാസിനീശ്ച വിപ്രാംശ്ച തസ്യ സിദ്ധിർന സംശയഃ. ഗായത്ര്യാ നാമസാഹസ്രം സമാപ്താവധവാ പഠേൽ. വിഷ്ണോർനാമസഹസ്രം ച സർവദോഷോപശാന്തയേ. യസ്യ സ്മൃത്യാ ച നാമോക്ത്യാ തപോയജ്ഞക്രിയാദിഷു ന്യൂനം സമ്പൂർണതാം യാതി തസ്മാദ് വിഷ്ണും ച കീർത്തയേൽ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം അതിൻ്റെ മാഹാത്മ്യം പറയുന്ന സ്കന്ദപുരാണത്തിൽ 46-ാമത്തെ ശ്ലോകം, അതായത് 5-ാമത്തെ അധ്യായത്തിൽ 46-ാമത്തെ ശ്ലോകം മുതൽ 60 കൂടിയുള്ള 15 ശ്ലോകങ്ങളുടെ തർജ്ജമ ഭാഷാഗാനമാണ് നതോന്നതാവൃത്തത്തിൽ വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ നാം പാടി സമർപ്പിക്കുന്നത്. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. മാംസവും വെൺകടലയും അതുപോൽ രജസ്വലയം മഹിള തൻ ദൃഷ്ടി വീണ പദാർത്ഥങ്ങളും മുള്ളങ്കിയും വെളുത്തുള്ളി കായവും ചുവന്നുള്ളിയും മുളകും കഥാവ്രതികൾ വർജിച്ചിടണം. കുമ്പളങ്ങ അതുപോലെ നാളികമെന്നുള്ള ഇല കഴിക്കരുതിവയൊന്നും കഥാവ്രതികൾ. കാമം ക്രോധം മദം ലോഭം ഭംഗം ദംഭം മാനം തുടങ്ങിയ കാര്യങ്ങളെ കഥാവ്രതി വർജിച്ചിടണം. വിപ്രദ്രോഹി പതിതനെ അതുപോലെ ജാത്യാചാരം വെടിഞ്ഞവൻ ചണ്ടാളനെ മ്ലേച്ഛനായോനെ. വേദനിഷേധികളെയും അന്ത്യജൻ രജസ്വലയെ വ്രതമെടുത്തവൻ ദൂരെ അകറ്റിടണം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വേദങ്ങളെ പശുക്കളെ ഗുരുനാഥന്മാരെ പിന്നെ വേദജ്ഞരാം ബ്രാഹ്മണരെ സ്ത്രീജനങ്ങളെ ദേവന്മാരെ രാജാക്കളെ മഹത്തുക്കളായവരെ ദേവീ ഭക്തരെ നിന്ദിക്കും വാക്കു കേട്ടൂടാ.
വിനയമുള്ളവനായി നല്ല പോലെ ആർജവത്തിൽ വേണ്ടവണ്ണം ശുചിത്വവും കാരുണ്യവായ്പും വാക്കുകളിൽ മിതത്വവും ഉദാരമനസ്കതയും വേണം കഥാവ്രതിയായ ശ്രോതാക്കൾക്കെല്ലാം. പാണ്ഡകുഷ്ഠം ക്ഷയം എന്നീ രോഗമുള്ളവരും പിന്നെ പാപകർമ്മം ചെയ്തവരും ഭാഗ്യഹീനരും പരമദരിദ്രന്മാരും സന്താനങ്ങളില്ലാത്തോരും പരമമം ഭക്തിയാലി കഥ കേൾക്കണം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. പ്രസവിച്ചിടാത്തവളും ഒന്നു പ്രസവിച്ചവളും പ്രസവിക്കും മുമ്പേ ഗർഭം ശ്രവിച്ചവളും മരിച്ച കുഞ്ഞിനെ കഷ്ടം പ്രസവിച്ച നാരികളും മനസ്സിരുത്തി ഈ കഥ കേട്ടിടവേണം. അർത്ഥം കാമം ധർമ്മം മോക്ഷം എന്നിങ്ങനെ പുരുഷാർത്ഥം അനായാസം ലഭിക്കുവാൻ ആഗ്രഹമുള്ളോൻ അതിനായി ദേവി ഭാഗവതമാകും ഗ്രന്ഥത്തിനെ അല്പം ക്ലേശിച്ചാണെങ്കിലും കേട്ടിടവേണം. 9 ദിനങ്ങളിലായി കഥ പാടും സമയമോ 9 യജ്ഞങ്ങൾക്കെന്നും തുല്യമാണല്ലോ. 9 ദിനത്തിൽ ചെയ്യും ദാനഹോമ ജപാദികൾ ഒരുപാടു ഫലങ്ങളെ നൽകിയിടും നൂനം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അനന്തരം 9 നാൾ വ്രതമനുഷ്ഠിച്ച ശേഷം അവസാനം ഉദ്വാപനം നടത്തിയിടണം. ആഗ്രഹമുള്ളവർ മഹാ അഷ്ടമി വ്രതത്തിൻ സമം അവസാന കർമ്മങ്ങളെ നടത്തിയിടണം. നിഷ്കാമന്മാർ ശ്രവണത്തിൻ ഫലമൊന്നു കൊണ്ടു മാത്രം നിർവാണത്തെ നേടും പരിശുദ്ധരായിടും. നാരായണീയായ പരാഭഗവതി ഭക്തന്മാർക്കു നിസ്തൂലമാം ഭോഗവും മോക്ഷവും നൽകിയിടും. പാരായണം നടക്കുന്ന സർവദിനത്തിലും ഭക്ത്യ പുസ്തകത്തെ വക്താവിനെ പൂജിച്ചിടണം. പ്രസാദത്തെ നൽകിയിടുന്ന കഥാവക്താവിൽ നിന്നായി പരമമം ഭക്തിയോടെ സ്വീകരിക്കണം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. കുമാരിമാരായിട്ടുള്ള കുട്ടിയോളെയും അതുപോലെ കുലസ്ത്രീകളായിട്ടുള്ള സ്ത്രീജനത്തെയും കുമ്പിടേണം. വിശേഷമം ഭോജ്യങ്ങളെ നൽകിയിടണം. കിട്ടിയിടും ആഗ്രഹിക്കുന്ന ഫലം നിശ്ചയം. ഗായത്രി സഹസ്രനാമം ജപിക്കണം. അല്ലെങ്കിലോ ഗോവിന്ദനാം വിഷ്ണു തന്റെ സഹസ്രനാമം. കഥ പരിസമാപനം കുറിക്കുന്ന അവസാനം കഴിക്കണം സർവദോഷ പരിഹാരാർത്ഥം. ആരെ സ്മരിക്കുന്നതിനാൽ ആരുടെ നാമജപത്താൽ അനവധി തപോയജ്ഞ കർമാദികളിൽ അഖിലമം ന്യൂനതകൾ ഇല്ലാതാകും. വിഷ്ണുവാകും അവ്യയനെ കീർത്തിക്കണം എന്നതു സത്യം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം.
അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ദേവീ നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവീ ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവീ വാഴുക എൻ്റെ നാവിലനിശം, വാക്കായി സുഗീതങ്ങളായി. ദേവീ നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ശ്രീമദ് ദേവി ഭാഗവത മാഹാത്മ്യം സ്കന്ദപുരാണത്തിൽ നിന്നെടുത്ത 5 അധ്യായങ്ങൾ. അതിൽ 5-ാമത്തെ അധ്യായത്തിൽ 46-ാമത്തെ ശ്ലോകം മുതലാണ് ഇന്ന് നാം അനുസ്മരിക്കുന്നത്. 60-ാമത്തെ ശ്ലോകം വരെ. ആ 15 ശ്ലോകങ്ങളെയാണ് ഭാഷാഗാനമായി നമ്മൾ മുമ്പ് പാടി സമർപ്പിച്ചത്. ആമിഷം ചമസുരാന്നമുദക്യാദൃഷ്ടമേവ ച രസോനം മൂലകം ഹിംഗും പലാണ്ടും ഗുഞ്ജനം തഥാ. ഇവിടെ ശ്രീമദ് ദേവി ഭാഗവതം കേൾക്കുന്ന ആളുകൾ വഴുതനങ്ങ, താനിക്ക, എണ്ണ, പരിപ്പ്, തേൻ, വറുത്ത ചോറ്, പഴകിയ സാധനങ്ങൾ, മനസ്സിന് പിടിക്കാത്തത് ഇതൊക്കെ കഴിക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇന്നലെ നമ്മൾ നിർത്തിയത്. ഇപ്പോൾ പറയുന്നു ആമിഷം എന്ന് വെച്ചാൽ മാംസം, വെൺകടല, അതേപോലെ രജസ്വല ആയിട്ടുള്ള സ്ത്രീകൾ കണ്ടത്, വെളുത്തുള്ളി, രസോന്നം, മൂലകം, ഹിംഗും, മുള്ളങ്കി, അതേപോലെ കായ, പലാണ്ടും എന്ന് പറഞ്ഞ ചുമന്നുള്ളി, ഗുഞ്ജനം, മുളക്, ഇതൊന്നും ഉപയോഗിക്കരുത്. കൂഷ്മാണ്ഡ നളികാശാകം ന ഭുഞ്ജീത കഥാവൃതി. കുമ്പളങ്ങ, നാളികം എന്ന് പേരുള്ള ഇല, ഇതൊന്നും ഭക്ഷിക്കരുത്. കാമം, ക്രോധം, മദം, ലോഭം, ദംഭം, മാനം ച വർജയേൽ. ഇതിനെയൊക്കെ ഉപേക്ഷിക്കണം. കാമക്രോധ മദ ലോഭ ദംഭമാനങ്ങളെ മുഴുവൻ ഉപേക്ഷിക്കണം. വിപ്രധൃക് പതിതവ്രാത്യാം ശ്വപാകയവനാന്ത്യജൈ ഉദക്യയാ വേദബാഹ്യൈർ നവദേദ്യ കഥാവ്രതി. ബ്രാഹ്മണദ്രോഹി, പതിതൻ, ജാത്യാചാരങ്ങളൊക്കെ വിട്ട ആള്, ചണ്ടാളൻ, മ്ലേച്ഛൻ, അന്ത്യജൻ, രജസ്വല, അതേപോലെ വേദബാഹ്യർ, വേദങ്ങൾ അംഗീകരിക്കാത്തവൻ, നവദേദ്യ കഥാവൃതി എന്നിവരോടൊന്നും കഥാവ്രതമെടുത്ത ആളുകൾ സംസാരിക്കാൻ പാടില്ല. പിന്നെ വേദഗോഗുരു വിപ്രാണാം സ്ത്രീരാജ്ഞാം മഹതാം തഥാ ദേവാനാം ദേവഭക്താനാം ന നിന്ദാം ശൃണുയാദപി. വേദങ്ങൾ, ഗോക്കൾ, പശുക്കൾ, ഗുരുക്കന്മാര്, ബ്രാഹ്മണര്, സ്ത്രീകള്, രാജാക്കന്മാര്, മഹാത്മാക്കള്, ദേവന്മാര്, ദേവീഭക്തന്മാര്, ഇവരെ നിന്ദിക്കുന്നത് കേൾക്കുക പോലും ചെയ്യരുത്. ന നിന്ദാം ശൃണുയാദപി. വിനയം ചാർജവം ശൗചം ദയാം ച മിതഭാഷണം ഉദാരം മാനസം ചൈവ കുര്യാദ്യസ്തു കഥാവൃതി. കഥാവൃതി നേരത്തെ പറഞ്ഞു. കാമം, ക്രോധം, മദം, ലോഭം, ദംഭം, മാനം ഇതിനെയൊക്കെ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ വിനയം, ആർജവം, ശുദ്ധി, ദയ, മിതഭാഷണം, ഉദാരമനസ്കത, ഇങ്ങനെ ഇതൊക്കെ കഥാവൃതി, കഥയെ കേൾക്കാൻ വ്രതമെടുത്തിട്ടുള്ള ആളുകൾ ഈ ഗുണങ്ങളൊക്കെ ഉള്ളവരാവണം. ശ്വിത്രി, കുഷ്ഠി, ക്ഷയി, രുഗ്ണോ, ഭാഗ്യഹീനശ്ച പാപകൾ, ദരിദ്രശ്ച അനപത്യശ്ച
ഭക്തിയേവാം ശൃണുയാൽ കഥാം, ഭക്തിയോടുകൂടി കഥ കേൾക്കണം. ആരൊക്കെ? പാണ്ഡു എന്നിട്ടുള്ള ആളുകൾ, ശ്വിത്രി, കുഷ്ഠി, കുഷ്ഠരോഗം, ക്ഷയം ഉള്ളവര്, പിന്നെ ഇങ്ങനെയുള്ള രോഗമുള്ളവര്, ഭാഗ്യഹീനര്, പാപം ചെയ്തവര്, ദരിദ്രര്, കുട്ടികളില്ലാത്തവര്, അനപത്യത, ദുഃഖം, അങ്ങനെയുള്ള ആളുകളൊക്കെ ഭക്തിയോടുകൂടി ഈ കഥ കേൾക്കണം. വന്ധ്യാവാ കാകവന്ധ്യാവാ ദുർഭഗാവാ മൃതാത്ഭകാ പദദ്ഗർഭാംഗനായാച താഭി ശ്രാവ്യ തഥാ കഥ. വന്ധ്യ ആയിട്ടുള്ളവരെ, കാകവന്ധ്യ എന്ന് പറഞ്ഞാൽ ഒരു പ്രസവം കഴിഞ്ഞവര്, ഒരു കുട്ടിയുള്ളവള്, ദുർഭഗ മൃതാത്ഭക മരിച്ച കുട്ടിയെ പ്രസവിച്ചവര്, പതദ്ഗർഭാംഗന ഗർഭം സ്രവിച്ചവള്, ഇപ്പോൾ ആ രീതിയിൽ ഗർഭം അലസിപ്പോയവര്, യാചതാഭി, അങ്ങനെ എല്ലാവരും ശ്രാവ്യ തഥാ കഥ, വളരെ ശ്രദ്ധയോടെ ഈ ദേവീഭാഗവതം അമ്മയുടെ കഥ കേൾക്കുക. ധർമ്മ അർത്ഥകാമമോക്ഷാംശ, നേരത്തെ പറഞ്ഞു ഈ 4 തരത്തിലുള്ള പുരുഷാർത്ഥങ്ങളെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചു. ഇവിടെ വീണ്ടും പറയുകയാണ്, ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നീ പുരുഷാർത്ഥങ്ങൾ, ചതുർവിധ പുരുഷാർത്ഥങ്ങൾ വലിയ ശ്രമം കൂടാതെ, യോ വാഞ്ചതി വിനാശ്രമം, വലിയ ബുദ്ധിമുട്ടില്ലാതെ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവര് അതിനുവേണ്ടി ഭഗവത്യാ ഭാഗവതം, ദേവിയുടെ ഭാഗവതം ശ്രോതവ്യം തേന യത്നത, കുറച്ച് ബുദ്ധിമുട്ടിയാലും കേൾക്കണം. കഥാദിനാനി ചൈതാനി നവയജ്ഞൈ സമാനിഹി തേഷു ദത്തം ഹുതം ജപ്തം അനന്തഫലദം ഭവേൽ. കഥയുടെ ഈ 9 ദിവസങ്ങൾ, കഥാദിനാനി ചൈതാനി, ഇതൊക്കെ നവയജ്ഞൈ സമാനിഹി, 9 യജ്ഞങ്ങൾക്ക് തുല്യമാണ്. തേഷു ദത്തം ഹുതം, ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന ദാനം, അതേപോലെ ജപ്തം അനന്തഫലദം ഭവേൽ, ജപവും അനന്തഫലങ്ങളെ നൽകുന്നതാണ് എന്ന് സൂചിപ്പിച്ചു. ഏവം വ്രതം നവാഹം തു കൃത്വോദ്വാപനമാചരേൽ മഹാഷ്ടമീ വ്രതം യദ്വത് തഥാ കാര്യം ഫലേപ്സുഭി. ഇങ്ങനെ 9 ദിവസത്തെ വ്രതം അനുഷ്ഠിച്ചതിന് ശേഷം ഉദ്വാപനം എന്ന് വെച്ചാൽ പൂജാന്ത്യ കർമ്മം ചെയ്യണമെന്നാണ്. ഫലം ആഗ്രഹിക്കുന്ന ആളുകൾ മഹാഷ്ടമീ വ്രതം എങ്ങനെയാണോ അനുഷ്ഠിക്കുന്നത് അതുപോലെ ഇതിൻ്റെ അവസാനത്തിലും വേണ്ടതുപോലെ ചെയ്യണം. നിഷ്കാമ, ഇതൊക്കെ ആഗ്രഹമുള്ളവരുടെ കാര്യമാണ് നേരത്തെ പറഞ്ഞത്. ഇനി നിഷ്കാമന്മാര് ശ്രവണേനൈവ പൂത മുക്തിം വ്രജന്തിഹി, ശ്രവണം കൊണ്ട് തന്നെ ശുദ്ധരായിട്ട് തീരണു, മുക്തി നേടാനായിട്ട് സാധിക്കണം. ഇപ്പം ഫലാർത്ഥികൾക്കാണ് ഉദ്വാപനാദി കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടത്. നിഷ്കാമകർമ്മികൾക്ക് ഇതൊന്നും ആവശ്യമില്ല. കാരണം ഭോഗമോക്ഷപ്രദാ നൃണാം യതോ ഭഗവതി പരാ, പരയായ ഭഗവതി ഭോഗവും മോക്ഷവും ഭുക്തിയും മുക്തിയും നൽകാൻ കഴിവുള്ളവളാണ്. പുസ്തകസ്യ ച വക്തുശ്ച പൂജാകാര്യാതു നിത്യശ വക്ത്രാ ദത്തം പ്രസാദം തു ഗൃഹീയാത് ഭക്തിപൂർവകം. കഥ നടക്കുന്ന എല്ലാ ദിവസവും നിത്യശ എന്ത് ചെയ്യണം? പുസ്തകത്തിനെയും വക്താവിനെയും പൂജ കഴിക്കണം. കഥാവക്താവ് നൽകുന്ന പ്രസാദം, വക്രാദത്തം പ്രസാദം തു ഗൃഹീയാൽ ഭക്തിപൂർവകം, ഭക്തിയോടുകൂടി അതിനെ സ്വീകരിക്കണം. പിന്നെ എന്തൊക്കെ ചെയ്യണം? കുമാരി പൂജയൻ നിത്യം, നിത്യവും കുമാരിമാരെ, കന്യകമാരെ പൂജ കഴിക്കണം. ഭോജയേൽ പ്രാർത്ഥയേച്ഛയാ സുവാസിനീശ്ച, സുവാസിനികൾ എന്ന് പറഞ്ഞാൽ മംഗല്യ സ്ത്രീകള്, ബ്രാഹ്മണര്, വിപ്രാംശ്ച, അവരെയൊക്കെ ഭക്ഷണമൊക്കെ കൊടുത്ത് പൂജിക്കണം. അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് തസ്യ സിദ്ധിർ ന സംശയ, അവർക്ക് സിദ്ധി ഉണ്ടാവുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല, ഉറപ്പാണ്. ഗായത്ര്യ നാമസാഹസ്രം സമാപ്താവധവാ പഠേൽ വിഷ്ണോർ നാമസഹസ്രം ച സർവദോഷോപശാന്തയെ. സർവദോഷങ്ങളുടെയും ഉപശമനത്തിനു വേണ്ടി എന്തു വേണം? ഓരോ ദിവസവും കഥ പൂർത്തിയാവുമ്പോൾ
ഗായത്രി സഹസ്രനാമം അതല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം ഇത് പാരായണം ചെയ്യണം എന്നാണ്. സഹസ്രനാമം എന്ന് പറഞ്ഞാൽ അത് വിഷ്ണു സഹസ്രനാമമാണ്. അത്രയും വലിയ പ്രാധാന്യം അതിനുണ്ട്. ഇപ്പോൾ ദേവീ ഭാഗവതത്തിലും അതിൽ വ്യത്യാസമൊന്നുമില്ല എന്ന് കാണിക്കുന്നു. യസ്യ സ്മൃത്യാ ച നാമോക്ത്യാ തപോയജ്ഞക്രിയാദിഷു ന്യൂനം സമ്പൂർണതാം യാതി തസ്മാദ് വിഷ്ണും ച കീർത്തയേൽ. ആരെ സ്മരിക്കുന്നത് കൊണ്ടും ആരുടെ നാമം ഉച്ചരിക്കുന്നത് കൊണ്ടുമാണോ തപസ്, യജ്ഞം, കർമ്മം ഇതിലൊക്കെയുള്ള ന്യൂനതകൾ, ന്യൂനം സമ്പൂർണതാം യാതി, അവയ്ക്ക് ആ ന്യൂനതയെല്ലാം പോയി അതിന് പൂർണ്ണത ലഭിക്കുന്നത് തസ്മാൽ വിഷ്ണും ച കീർത്തയൽ, ആ വിഷ്ണുവിനെ കീർത്തിക്കണം എന്ന് പറയുന്ന 60ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. നാളെ 61ാമത്തെ ശ്ലോകം മുതൽ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീ ജഗദംബികായൈ നമ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു.
കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ, അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാ. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.